ഹായ് 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് വൈകി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ലൈൻ ബസ്സിന് പോവാന്ന്, അതായത് ടിക്ക് പോവാം വിചാരിച്ചു. കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല, ഒന്നിനും കുഴപ്പമില്ല. ഇപ്പം പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാനെപ്പോഴും ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞ് സാധാരണ പോലെ പോകുന്നതല്ലേ. ഇന്ന് കുറച്ച് സീരിയസ് ആയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ 10 മിനിറ്റ് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്ന കുറച്ച് ടീമുണ്ട്. അതൊരിക്കലും കളിച്ചാൽ നടക്കൂല എന്ന് പറയാനാണ് ഞാൻ നിന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ജോലി സ്ഥലത്തായാലും നമ്മളെ ചുറ്റുപാടിലായാലും ലോകത്തേടെ ആയാലും നമുക്ക് എന്ത് പ്രശ്നം വരുന്നുണ്ടെങ്കിലും നമുക്ക് പ്രതികരിക്കാനുള്ള അധികാരവും അവകാശവും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ മാക്സിമം ഇങ്ങനെ അനങ്ങാതിരുന്നിട്ടും ക്ഷമിച്ചിരുന്നാലൊന്നും നമുക്കൊരു കാര്യമില്ല. എന്താണെന്നറിയോ, നമ്മളടുത്ത് എന്തെങ്കിലും അവസരം വരുമ്പം അവസരമുണ്ടോ ചൊറിയാൻ അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ടീമാണ്. അപ്പം നമ്മളെ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ഈ ചൊറിയന്മാർ വരുമ്പോൾ നമ്മൾ ഏസായി പോകുമെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുന്നവർക്കാണ് പറഞ്ഞത്. എന്നെപ്പോലെ ഇല്ലവർക്കല്ല. എനിക്കിപ്പോൾ പ്രതികരണം കുറച്ച് കൂടുതലാണ്. ഓക്കെ, എനിക്ക് പ്രതികരണം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ആ പ്രതികരണം സ്വാഭാവികമാണ്. എന്താ കാരണം എന്നറിയോ, നമ്മളെ സാഹചര്യത്തിൽ നിന്നാണ് നമുക്കെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഏത് പ്രതിസന്ധി തരണം ചെയ്യും. നമുക്കങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ പ്രതിസന്ധി നമ്മൾ നീന്തി കിടക്കും. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജോലി സ്ഥലത്തായാലും പബ്ലിക്കിലായാലും പരിസരത്തായാലും കൂടുതലാരും കളിക്കാൻ മെനക്കെടണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. കളിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ ഞാനും തരും പണി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നിലും ഞാനങ്ങനെ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഇന്നത് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ചെയ്തുകൂടാ, അങ്ങനെയൊന്നും എവിടെയും എഴുതി കൊടുത്തിട്ടില്ല. അപ്പം ആ എഴുതി കൊടുക്കാത്തോടത്തോളം കാലം എഴുതി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. എനിക്കങ്ങനെ വലിയ ഇവരെല്ലാം ഭീഷണിയിൽ വീഴാനോ അല്ലെങ്കിൽ ഒരു പുല്ലും ചുക്കും ചെയ്യാൻ പറ്റില്ല. ഒരു പുല്ലും ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്തവരാണ് മെനക്കെടുന്നത്. ഇനി അഥവാ ആയിരിക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കാണിച്ചതാ. ഒരു പ്രാവശ്യം എന്നെ ഒന്ന് തൊട്ട് കാണിച്ചതാ. ഏത് കാര്യത്തിലായാലും അന്നേരം വിവരറിയും. അന്നേരമാണ് നിങ്ങൾ ഞാൻ ആരാന്ന് എന്താണെന്നുള്ളത് അറിയുക. എന്താണെന്നറിയോ, കാരണം ഇതുവരെ കഴിഞ്ഞതൊന്നും അല്ലല്ലോ നമ്മളെ വിഷയം. ഇതുവരെ കഴിഞ്ഞ യാതൊരു കാര്യമല്ല നമ്മളെ വിഷയം എന്നാണ് നിരന്തരം നമ്മൾ ക്ഷമിക്കുന്നിടത്തോളം കാലം നിരന്തരം ശല്യം ചെയ്യാം. ഈ നിരന്തരം ശല്യം ചെയ്യുമ്പോൾ നമുക്കും എവിടുന്നെങ്കിലും ഇല്ലാത്തൊരു എനർജി, അതിഭീകരമായ നേരിടാനുള്ളൊരു ശക്തി, ഇങ്ങനെ ഒറ്റപ്പാട് കാര്യം നമുക്കും കിട്ടുന്നുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? നിങ്ങൾ ചൊറിയുമ്പം നമുക്കും ഒരു സുഖം കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അനാവശ്യമായി ജോലി സ്ഥലത്തായാലും പബ്ലിക് പ്ലേസിലായാലും നമ്മളെ പരിസരത്തായാലും ഈ ചൊറിയുന്നവരെ കൊണ്ട് നമുക്കൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ശരിക്കും നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ചൊറിയുമ്പോൾ നമുക്ക് ടെൻഷനില്ല, വേദനയില്ല, വിഷമമില്ല. ഈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. എന്താണെന്നറിയോ, ഇവരെ അതിശക്തമായിട്ട് നേരിടണം എന്നുള്ള ഒരു എനർജി, ഒരു മനസ്സുഖം. അങ്ങനെ ഏത് കാലവും നമ്മളെ ഫോളോ ചെയ്ത് ദ്രോഹിച്ച് നമ്മളെ ഒരുമാതിരി മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്യുക. ഈ മെൻ്റലി ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫിസിക്കലിയും ബാധിക്കുമല്ലോ. മെൻ്റലി മാത്രമായിട്ടായിരിക്കും ഒരു പ്രശ്നമുണ്ടോ ഈ ലോകത്ത്? ആയിരിക്കില്ല.
അപ്പോൾ നമുക്കുള്ള ഈ മെൻ്റലി ഹരാസ്മെൻറ്റ് നമുക്ക് ഫിസിക്കലിയും ബാധിക്കും. മൈഗ്രെയിൻ, ടെൻഷൻ അങ്ങനെയൊക്കെ വരും. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുള്ള ഒറ്റ പ്രശ്നവും എൻ്റെ ലൈഫിൽ എനിക്കില്ല. ഈ ടെൻഷൻ, മൈഗ്രെയിൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ ഇടയ്ക്കുണ്ട്. ഈ നമ്മൾ കൂടുതൽ അനുഭവിക്കുമ്പം കിട്ടുന്ന ആ ഒരു എനർജിയാണിപ്പോൾ. അതുകൊണ്ട് ഒരു ഒറ്റ വാക്കിൽ, ചുരുങ്ങിയ വാക്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വെറുതെ മെനക്കെടണ്ട. അത് ജോലി സ്ഥലത്തായാലും ആരും മെനക്കെടണ്ട, അയൽവാസികളായാലും മെനക്കെടണ്ട. പിന്നെ എന്ത് തരത്തിലും മെനക്കെട്ട് കഴിഞ്ഞാൽ ഞാനും അതേപോലെ തിരിച്ച് മെനക്കെടും. പിന്നെ മെനക്കെട്ട് കഴിഞ്ഞിട്ട് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പ്രതിസന്ധി എങ്ങനെ വന്നാലും ഞാൻ മാനേജ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ. അപ്പോൾ പരാതി കൊടുക്കുന്നവരായാലും ചൊറിയുന്നവരായാലും എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒറ്റ മറുപടി ഉള്ളൂ, എൻ്റെ ലൈഫിനാണ് എൻ്റെ മെസ്സേജ്. ഓക്കെ. മറ്റുള്ള ഏതെങ്കിലും ഒരു ലേഡീസിന് പിന്നെ ഇതുപോലെയൊക്കെ അവരിപ്പോൾ ലൈഫിൽ നേരിടുന്നുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അപ്പം ഞാൻ കാണിക്കുന്ന ഈ ധൈര്യവും ഈ തൻ്റെടും ചൊറിയന്മാരെ വെൽക്കം ചെയ്യുന്നതും എന്നോട് കളിക്കാനുള്ളവരെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് എനിക്ക് ലൈഫിൽ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, ന്യൂ ജനറേഷന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ന്യൂ ജനറേഷന് കൊടുക്കുന്ന മെസ്സേജാണ് ഈ മെസ്സേജ്. എന്ത്? ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ നേരിടുക. ചൊറിയന്മാർ നമുക്ക് എപ്പോഴും ലൈഫിൽ എനർജിയാണ്. നമ്മൾ ഒരു തരത്തിലും പിന്മാറരുത്, പേടിക്കരുത്, ടെൻഷൻ അടിക്കരുത്, ഒന്നും ചെയ്യരുത്. അതിൻ്റെ അത്രയും നമ്മളിങ്ങനെ ഇട്ടിട്ട് പഴയ കാലത്ത് ഈ ഉരലിൽ അവലിട്ട് കുത്തുന്ന പോലെ കുത്തും. അപ്പോൾ ഈ കുത്തുന്നത് ഒരു ഒന്നിനോടും ഉപമിക്കാൻ പറ്റുന്നില്ല, അത്രയും വില വെക്കണ്ട. പൂർവാധികം ശക്തിയോടെ ഈ എനർജറ്റിക്കായിട്ട് നേരിടുക. എഴുതി കൊടുക്കേണ്ടത് എഴുതി കൊടുക്കുക, ഒഫീഷ്യലായിട്ട് അങ്ങനെ, മറ്റെന്നെങ്ങാണെങ്കിൽ അങ്ങനെ. ഒരു കാരണവശാലും നമ്മൾ പിന്മാറണ്ട. നമ്മളെ കൂടെ നീതി നിയമമെല്ലാം ഉണ്ടാവണം എന്നല്ലേ നമ്മളൊരു ശുഭപ്രതീക്ഷ. അപ്പം നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അത് രേഖാമൂലം തൻ്റെ ഇടത്തോടി യാതൊരു വിധ ബാക്കടിക്കാതെ തൻ്റെ ഇടത്തിൽ നമുക്കത് നേരിടണം. അതാണ് എനിക്കിപ്പോൾ തരാനുള്ളൊരു മെസ്സേജ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാം. ഓക്കെ. നമ്മളിപ്പോൾ കോടികളോ ലക്ഷങ്ങളോ, ഒരു മാസം ലക്ഷങ്ങളും കോടികളും കിട്ടുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്ക് ടെൻഷൻ. നമുക്ക് ജീവിക്കാൻ തന്നെ ഇല്ലതൊന്നും ഇപ്പോൾ ഒന്നും വേണ്ടി തികയുന്നില്ല. എന്ത് ജോലി ചെയ്താലും നമുക്ക് അതൊന്നും ഇപ്പോൾ എടി എത്തുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സാമാന്യ മര്യാദയിൽ ജീവിക്കാം. അല്ലാണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിപ്പോൾ നമുക്ക് ലോണിലേക്ക് പോയി, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രതിസന്ധിയിലേക്ക് പോയി, അല്ലെങ്കിൽ നമുക്ക് പാരൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നു, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചില പ്രതിസന്ധികൾ നേരിടുക. അപ്പം നമ്മൾ നമ്മളതായ ഇടം കണ്ടെത്തും, നമ്മൾ നമ്മളതായ രീതിയിൽ ജീവിക്കും. ഇതൊന്നും ഒരാളെ പേഴ്സണൽ ലൈഫിലേക്ക് ആരും കടന്നു കയറി പീഡിപ്പിക്കാനോ വൃത്തികേട് പറയാനോ ശല്യം ചെയ്യാനോ ഉള്ള സ്പേസ് അല്ല. അത് തിരിച്ചറിയാത്തതാണ് പലരെയും പ്രശ്നം. നമുക്ക് ഇന്നുള്ള അവസ്ഥയിൽ എന്തെങ്കിലും ടെൻഷൻ വരുമോ, എന്തെങ്കിലും പ്രശ്നം വരുമോ, നമുക്ക് കൂടുതൽ വിഷമവും ടെൻഷനും എല്ലാം നമ്മൾ നേരിടേണ്ടി വരുമോ, നമ്മൾ ഒറ്റപ്പെടുത്തുമോ, ഇങ്ങനെയുള്ള പല 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 പ്രശ്നമാണ് നമ്മളെ ഒരുപാട് കാര്യത്തിൽ നിന്ന് നമ്മളെ ബാക്കടിപ്പിക്കുന്നത്. നമ്മൾ ബാക്കടിക്കും തോറും നമുക്ക് പണി കിട്ടും. അപ്പം നമ്മൾ മുന്നേറി വന്നോളാം. നമുക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റൂല. ഇനി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രതിസന്ധി വരുമ്പം നമ്മൾ ചിലപ്പോൾ വണ്ടി ഇടിച്ച് കൊന്നു കെട്ടിത്തൂക്കോ എല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ആത്മഹത്യ ചെയ്യൂല, അത് ഇത്രയും കാലത്തുനിന്ന് നമ്മൾ തെളിയിച്ചു. അപ്പം നമ്മൾ ഇനി സ്വാഭാവികമായിട്ട് ചിലപ്പം നടന്നു പോകുമ്പോൾ വണ്ടി തട്ടിയിടാനോ, അല്ലെങ്കിൽ അസ്വാഭാവികം എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിനും തൻ്റെ ഇടത്തോടെ നേരിടുന്നതിനും മുന്നേ എല്ലാ എവിഡൻസും ആക്കി വെക്കണം. ആരും നമ്മളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് അവർ രക്ഷപ്പെടാൻ പാടില്ല. നമ്മൾ മാക്സിമം എവിഡൻസ്, വീഡിയോസ്, അല്ലെങ്കിൽ ഇവർക്കെതിരെയൊക്കെയുള്ള തെളിവ് മാക്സിമം ആക്കി വെച്ചിട്ട് തന്നെ ജീവിക്കണം. എന്ന് വെച്ച് നമ്മൾ വേറെ ഇതിലേക്കെങ്ങും പോയി ചാടണം എന്നല്ല, നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം. കാരണം നമ്മളെ നേരെ എപ്പോഴും അക്രമം
വരാം. കാരണം ഒരുപാട് അസ്വാഭാവികം എന്ന് പറയുന്നത് നമ്മൾ വാർത്തയിലെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം കൊന്നു കെട്ടി തൂക്കാനോ വണ്ടി ഇടിച്ച് കൊല്ലാനോ രാവിലെ നടക്കാൻ പോകുമ്പോൾ ലോറി തട്ടാനൊക്കെ സാധ്യതയുണ്ട് എനിക്ക്. അപ്പം ഞാൻ അതിന് മുന്നേ എല്ലാ എവിഡൻസും ആക്കിയിട്ട് തന്നെ പിന്നെ വെക്കുന്ന മാത്രമല്ല അത് പിന്നെ പുറത്ത് പോവാത്ത വിധത്തിൽ ഫോർവേഡ് ചെയ്തിട്ടും വേറെ ഏതെങ്കിലും ഇതിൽ സൂക്ഷിച്ചിട്ടൊക്കെ തന്നെ ഞാനിരിക്കും. അതുകൊണ്ട് നടക്കൂല മക്കളേ, നടക്കൂല.